പണം കൊണ്ട് സന്തോഷം വരില്ല എന്നാണ്. പണം കൊണ്ട് സന്തോഷം വരും. പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ 99% പ്രശ്നങ്ങളും ഒരു പ്രശ്നങ്ങളെ ആയിരിക്കില്ല. ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സന്തോഷം അല്ലാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണം കൊണ്ട് സന്തോഷം വരും. പണം കൊണ്ട് എല്ലാം നിന്റെ സമയത്തിന് മാത്രമേ നടക്കുകയുള്ളൂ. പണം ഉണ്ടെങ്കിൽ നീ സ്വതന്ത്രനാണ്. നീ എന്ത് തീരുമാനിക്കുന്നോ അതാണ് നിന്റെ ജീവിതം. പണം ഇല്ലെങ്കിലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും ഓടിയും കൊണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓടുണ്ടാവില്ല. അങ്ങനെ ഓടിയാൽ തന്നെ നിങ്ങൾ ഓടി ഓടി വയ്യാതാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ സന്തോഷം അവിടെ ഉണ്ടാവുക? അടുത്ത പണം സേവ് ചെയ്താൽ പണക്കാരനാവാം. പണം സേവ് ചെയ്താൽ ആ പണം വെറുതെ അവിടെ ഇരിക്കുകയുള്ളൂ. പണക്കാരനാവണമെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള പണം നിങ്ങൾ ഇൻവെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ പണം സേവ് ചെയ്താൽ ഒരിക്കലും പണക്കാരനാവില്ല. പണിയെടുത്താലും നിങ്ങൾ പണക്കാരനാവില്ല. കാരണം ജോലി ചെയ്തിട്ട് പണക്കാരനായ ഒരാൾ പോലും ഈ ലോകത്തില്ല. പഠിച്ചാൽ നല്ല ജോലിയും പണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. തെറ്റായ ഒരു കാര്യമാണ്. പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്കില്ല് വേണം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബിസിനസ് എങ്കിലും ചെയ്യണം. നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരിക്കണ ഒരുത്തനാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ലോൺ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ കംഫർട്ട് സോണിൽ അല്ലാണ്ട് ഇരിക്കുന്നവരാണെങ്കിലോ നിങ്ങൾ ബിസിനസ് ലോൺ എടുക്കാനാണ് ശ്രമിക്കുക. അവിടെ ചിന്താഗതിയുടെ വ്യത്യാസമാണ് വരുന്നത്. നെക്സ്റ്റ്, പണം ഇല്ലാത്തതല്ല പ്രശ്നം, പണം ഉണ്ടാക്കാനുള്ള ചിന്ത ഇല്ലാത്തതാണ് പ്രശ്നം. മിക്കവർക്കും പണം ഇരട്ടിയാക്കാനുള്ളത് അറിയുക തന്നെയില്ല. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവിടെയും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും ആരും പഠിക്കാൻ ശ്രമിക്കാറില്ല. അത് അന്വേഷിക്കാറുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അന്വേഷിക്കാറുള്ളൂ, അത് ചെയ്യാറുമുള്ളൂ.